ഹസ്തിനാപുരം മഹിമയും സമാധാനവും നിറഞ്ഞ രാജ്യം. ഗംഗാദേവിയെ നഷ്ടപ്പെട്ടതിനുശേഷം രാജാവ് ശാന്തനു തന്റെ മനസ്സിൽ ആ ദുഃഖം ഒളിപ്പിച്ച് ഭരണത്തിൽ മുഴുകിയിരുന്നു. കാലം കടന്നുപോയി. ഒരു ദിവസം ഗംഗാനദീതീരത്ത് അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഒരു മനോഹരമായ യുവതിയെ കണ്ടു. അവൾ സത്യവതി. സത്യവതി സാധാരണ ഒരു മത്സ്യകാർമ്മികകുമാരിയായിരുന്നു. എന്നാൽ അവളുടെ മുഖത്ത് ദിവ്യമായ പ്രകാശമുണ്ടായിരുന്നു. രാജാവ് അവളെ കണ്ട നിമിഷം തന്നെ മനസ്സ് നിശ്ചലമായി. അവളോട് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ശാന്തനുവിന്റെ ഹൃദയത്തിൽ ഉദിച്ചു. ശാന്തനു സത്യവതിയുടെ പിതാവിനെ സമീപിച്ചു. അപ്പോൾ ആ പഴയ മത്സ്യക്കാരൻ പറഞ്ഞത് രാജാവിന്റെ ഹൃദയം തകർത്ത വാക്കുകളായിരുന്നു. എന്റെ മകളുടെ മകൻ മാത്രമേ ഹസ്തിനാപുരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പാടുള്ളൂ. അവന്റെ നിബന്ധന കേട്ട് ശാന്തനു മൗനമായി. കാരണം ഭീഷ്മൻ ഇതിനകം രാജാവിന്റെ അവകാശിയായിരുന്നു. ആ വാക്കുകൾ പിതാവിന്റെ മനസ്സിൽ വേദനയായി കത്തിക്കൊണ്ടിരുന്നു. അത് അറിഞ്ഞു ഭീഷ്മൻ പിതാവിന്റെ വേദന മനസ്സിലാക്കി. അദ്ദേഹം നദീതീരത്ത് എത്തി പ്രതിജ്ഞയെടുത്തു. പിതാവിന്റെ സന്തോഷത്തിനായി ഞാൻ സിംഹാസനത്തിന്റെയും വിവാഹത്തിന്റെയും അവകാശം എപ്പോഴും ത്യജിക്കുന്നു. ആ വാക്കുകൾ മുഴങ്ങുമ്പോൾ നദിയിലെ ജലം നിലച്ചു. ദേവതകൾ ആകാശത്തു നിന്നു പുഷ്പങ്ങൾ വിതറി. അദ്ദേഹം പറഞ്ഞ പ്രതിജ്ഞ ലോകം മുഴുവൻ കേട്ടു. അതാണ് ഭീഷ്മപ്രതിജ്ഞ. ശാന്തനു ആ പ്രതിജ്ഞ കേട്ട് കണ്ണു നിറഞ്ഞു. ഭീഷ്മന്റെ ബലിദാനത്തിനു മുമ്പിൽ പിതാവിന്റെ ഹൃദയം തളർന്നു. അദ്ദേഹം ഭീഷ്മനെ ആശീർവദിച്ചു. നീ അനശ്വരൻ. നീ മരിക്കണമെന്നു തീരുമാനിക്കുന്നതുവരെ മരണമെത്തുകയില്ല. അതോടെ ഭീഷ്മന് ദേവതാപ്രസാദമായ ദീർഘായുസ് ലഭിച്ചു. ശാന്തനു സന്തോഷത്തോടെ സത്യവതിയെ വിവാഹം കഴിച്ചു. കാലം മുന്നോട്ടു പോയപ്പോൾ സത്യവതിക്ക് 2 പുത്രന്മാർ ജനിച്ചു. ചിത്രാംഗദൻ വിക്രമേൻ. ഇതോടെ കുരുവംശത്തിന്റെ പുതിയ അധ്യായം ആരംഭിച്ചു. ചിത്രാംഗദൻ ധീരനായ രാജാവായി വളർന്നു. പക്ഷേ യുദ്ധത്തിൽ അവൻ ചെറുപ്പത്തിൽ തന്നെ വീണു. അടുത്തതായി വിക്രമേൻ രാജാവായി. എന്നാൽ ദുർബലനും രോഗിയായും ആയതിനാൽ ഭരണത്തിൽ കഴിവ് കാട്ടാനായില്ല. രാജ്യം വീണ്ടും ഭീഷ്മന്റെ കരങ്ങളിൽ ആയിരുന്നു. അന്ന് സത്യവതി തന്റെ പഴയ രഹസ്യം ഭീഷ്മനോട് തുറന്നു പറഞ്ഞു. അവളുടെ യൗവനത്തിൽ ഒരു മഹർഷിയായ പരാശരൻ അവളെ അനുഗ്രഹിച്ചിരുന്നു. അവരിൽ നിന്ന് ജനിച്ചത് വ്യാസൻ എന്ന മഹർഷി. ഭാവിയിൽ ലോകം മുഴുവൻ കേൾക്കുന്ന മഹാഭാരതത്തിന്റെ രചയിതാവ്. വ്യാസന്റെ ജനനത്തോടെ കുരുവംശത്തിന്റെ ചരിത്രം ദിവ്യമായി മാറി.